എടോ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എടുത്തതല്ല കേട്ടോ. 70% റെസ്പോൺസിബിലിറ്റി തനിക്കാണ്. എടോ 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 മര്യാദ കേട്ടോ. എനിക്ക് തന്റെ അത്ര തരം താഴാൻ പറ്റത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയുടെ കൂടുതൽ ഓഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ഞെട്ടിക്കുന്ന സംഭാഷണമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ആലോചിക്കണം, ഒരു യുവ MLAയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവുമായിരുന്ന അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ഒരു നേതാവ്, ഒരു ചെറുപ്പക്കാരൻ യുവതിയോട് തൻ്റെ ഗർഭത്തിന് ആരുത്തരവാദിത്തം പറയുമെന്ന് ചോദിക്കുന്ന യുവതിയോട് അതിരൂക്ഷമായ രീതിയിൽ തെറി വിളിക്കുകയും വ്യക്തിനിക്ഷേപം നടത്തുകയും അത്രയും ക്രൂരമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഓഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഓഡിയോയിൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും രാഹുൽ എത്രത്തോളം മോശമായിട്ടാണ് സംസാരിക്കുന്നത്, അതുപോലെ എത്രമാത്രം മൃഗീയമായാണ് ആ യുവതിയോട് പെരുമാറുന്നതെന്ന് ആ ഓഡിയോ ദൃശ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നാം ആലോചിക്കണം, ഒരു MLA അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു യുവാവ് എങ്ങനെയാണ് ഒരു സ്ത്രീയോട് ഇത്ര മോശമായി സംസാരിക്കാൻ കഴിയുക? അതും തൻ്റെ കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ പോലും അത്രത്തോളം പുച്ഛത്തോടെ എനിക്ക് ആ കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നൊരു രീതിയിലേക്ക് പോകുമ്പോൾ അതെത്രമാത്രം ക്രൂരമാണെന്ന് കൂടി ആലോചിക്കണം. മുന്നേ പുറത്തു വന്ന ചെറിയ ശബ്ദശകലങ്ങളുടെ മുഴുവൻ ഓഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോടതിയിലൊക്കെ ഹാജരാക്കിയത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും അതിൻ്റെ ആധികാരികത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ആ ഓഡിയോ ദൃശ്യങ്ങൾ ഞങ്ങളും ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം, ആ ഓഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അതിരൂക്ഷമായ ആ യുവതിയോട് തെറി വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു MLA ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും യുവ നേതാവാണ്. നാം ആലോചിക്കണം, കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ കരുത്തുറ്റ നേതാക്കന്മാരിൽ ഒരാളായിരുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ യുവ നേതാക്കളിൽ ഏറ്റവും മികച്ച നേതാവെന്ന് പറയുന്ന പ്രതിപക്ഷത്തോട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയോടൊക്കെ അതിരൂക്ഷമായ രീതിയിൽ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA അതേ വാക്ചാതുര്യത്തോടെ യുവതിയോട്, തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്ന യുവതിയോട് അത്രയും ക്രൂരമായി, അത്രയും ദേഷ്യത്തോടെ, അത്രയും പുച്ഛത്തോടെ സംസാരിക്കുന്ന ഓഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ആ ഓഡിയോയുടെ പൂർണ്ണരൂപം ഒന്ന് കേൾക്കാം. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. തന്നോട് പറഞ്ഞു ഏറ്റെടുക്കാൻ, പറഞ്ഞു. എടോ, ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു, തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താൻ എന്തിനെങ്കിലും ഇടന്ന് പിടയ്ക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അങ്ങനെ പറ്റത്തില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. അതെ, അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ. ഞാൻ മാനേജ് ചെയ്തോളാം. അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോടൊന്ന് ആലോചിക്കട്ടെ. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താന്ന്? അത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ചോളാം. താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓ, അങ്ങനെയാണ്. അപ്പൊ താൻ തന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളിന് ഞാൻ എന്തിനാ കൺസേൺ ആക്കണം? ഈ വിഷയത്തിന് ഒരുമിച്ചല്ലാത്ത തീരുമാനത്തിലല്ല എന്റെ കാര്യമല്ലാതെ പിന്നെ കാര്യം നോക്കാൻ പറ്റുമോ? ഒരുമിച്ചുള്ള തീരുമാനമാണ് രണ്ടുപേർക്കും കൂടെ നോക്കാം. എടോ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എടുത്തതല്ല കേട്ടോ. 70% റെസ്പോൺസിബിലിറ്റി തനിക്കാണ്. എടോ 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 മര്യാദ കേട്ടോ. എനിക്ക് തന്റെ അത്ര തരം താഴാൻ പറ്റത്തില്ല. താൻ മിടുക്കനായിട്ടാണല്ലോ ഇതിപ്പോ വന്നത്. താൻ ഭയങ്കര മിടുക്കനാണ്. താൻ എന്തോ പറയും. എന്ത് ഓപ്ഷനാണ്? ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നത്. എനിക്കതിപ്പോ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ഇൻവോൾവ് ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ തന്നെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? അത് തന്റെ പേര് പറയുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ താനുണ്ടായിരുന്നോ? എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവരുടെ മുന്നിൽ ഞാൻ തല കുനിച്ചാണ് നിൽക്കുന്നത്. അറിയാവോ? നിങ്ങളുടെ നാടകം നിർത്താൻ. നിങ്ങൾ ഇത്രയും നേരം എന്താ സ്നേഹ നാടകം കളിച്ചോണ്ടിരിക്കുവായിരുന്നോ? താനാണ് സ്നേഹ നാടകം കളിച്ചത്, ഞാനല്ല. താൻ തന്നെയാണ് സ്നേഹ നാടകം കളിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത്. അതെ, താൻ ആണ് ഫേക്ക് ആയിട്ടുള്ള സ്നേഹം കാണിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത്. എന്നിട്ട് താൻ പറഞ്ഞു ഞാൻ എന്തോ ട്രാപ്പ് ചെയ്തെന്നോ?
നീ ഭയങ്കര ആത്മാർത്ഥതയുടെ ആളാണല്ലോ, അതുകൊണ്ടാണല്ലോ ഈ പണിയെല്ലാം കാണിക്കുന്നത്. അതെ ആ അതെ ആ ഒന്നുമില്ല, എനിക്ക് തന്നോട് പറഞ്ഞു ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യാൻ നീ ഭയങ്കര പറ്റുന്നില്ല. അല്ല, നിന്റെ പ്ലാൻ എന്താണെന്ന് പറയും. എന്റെ പ്ലാൻ എന്തായാലും തന്നെ എഫക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. എന്നെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നെ അഫക്ട് ചെയ്യുന്നതല്ല. അത് നമുക്ക് നോക്കാലോ. തന്റെ ആണോ എന്ന് തനിക്ക് ബോധ്യപ്പെടണോ? നിനക്ക് ഇനി വേറെ പണിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, അനാവശ്യം. എങ്കിൽ നമുക്കത് നോക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്കത് തന്റെ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്കത് നോക്കാലോ. ഇപ്പൊ തന്നെ നോക്കാമല്ലോ. എന്നെ അഫക്ട് ചെയ്യുന്നതെന്ന് പിന്നെ നീ എന്ത്? അല്ല, ഇന്നത്തെ കാലത്ത് സയൻസ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. തന്റെ ആണോ അല്ലയോ എന്ന് ഇപ്പൊ നോക്കാമല്ലോ. എന്നെ അഫക്ട് ചെയ്തതെന്ന് പിന്നെ നീ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പിന്നെ താൻ എന്താ പറയുന്നത്? തന്റെ അല്ലയോന്നോ? താൻ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞിട്ടല്ലോ. തന്റെ ആണോ അല്ലയോ ഞാൻ തെളിയിച്ചു തരാം. എന്നെ അഫക്ട് ചെയ്തതെന്ന് പിന്നെ നീ എങ്ങനെ പറയുന്നത്? താൻ എന്താ വിചാരിച്ചത്? താൻ ആരാണെന്നാണ് തന്റെ വിചാരം? നീ ആരാണെന്ന് നിന്റെ വിചാരം? താൻ ആരാന്നാ തന്റെ വിചാരം? താൻ പറഞ്ഞല്ലോ നിന്റെ ഫ്രണ്ട്സിന്റെ അത്ര കഴിവ്. എന്താ ഫ്രണ്ട്സിന് എന്റെ അത്ര കഴിവുണ്ടോ? അവർക്ക് കഴിവില്ലായിരിക്കും, അവർക്ക് മനസാക്ഷിയും സ്നേഹവും ഉണ്ട്. കേട്ടോ? പിന്നെ ഇതാ സ്നേഹം. താൻ ഈ കാണിക്കുന്നതാണോ സ്നേഹം? നീ കാണിക്കുന്ന സ്നേഹം. അല്ല, താൻ കാണിക്കുന്നതാണോ സ്നേഹം? തന്തയില്ലാത്ത കൊച്ചിനുണ്ടാക്കല നിന്റെ സ്നേഹം. തന്റെ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനത് ഏക്കുകയും ചെയ്യും. താൻ ഏക്കണോന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ അങ്ങനെ അത് വളരുന്നേ? അത് താൻ അറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നേ? അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരല്ല തന്തയില്ലാത്ത തന്ത ഉണ്ടോ ഇല്ലയോ? തന്ത ഇല്ലാതെ ഒരു കൊച്ചു ഭൂമിയിലോട്ട് പൊട്ടി വീഴുവോ? പിന്നെ ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അത് എന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ താൻ എന്തിനാ ഇങ്ങനെ നടന്ന് പിടയ്ക്കുന്നത്? താൻ എന്തിനാണ് ഇങ്ങനെ നടന്ന് പിടയ്ക്കുന്നത്? നിനക്ക് എല്ലാ കുട്ടികളിയാ. നിനക്ക് എല്ലാ കുട്ടികളും ഒന്നുകിൽ നീ ഭയങ്കര പഠിച്ച കള്ളി. ഓക്കെ, അങ്ങനെ വിചാരിച്ചാ മതി. താൻ അങ്ങനെ വിചാരിച്ചാ മതി കേട്ടോ. താൻ കൈകാര്യം ചെയ്യേ. തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. തന്നോട് ഒരിക്കലും ഒരു ഡിപ്പെൻഡൻസിക്കും വരത്തില്ല എന്ന് പറയുമ്പോ പിന്നെന്തിനാ താൻ ഇങ്ങനെ നടന്ന് പഠിക്കുന്നത്? ഞാനൊന്ന് ആലോചിക്കട്ടെ. എങ്ങനെ എന്തായാലും തന്നെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല.